നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള തട്ടിപ്പിനാണ് പലരും ഗൾഫിൽ ഇരയാകുന്നത്. ഓൺലൈൻ തട്ടിപ്പുകാരുടെ കഥകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഗൾഫിലുള്ള പ്രവാസികളെ തേടിയെത്തുന്നത് ബഹ്റൈൻ നമ്പറിൽ നിന്നുള്ള വാട്സാപ്പ് കോളുകളാണ്. കാര്യമറിയാതെ കോൾ അറ്റൻഡ് ചെയ്താൽ ബാങ്കിലുള്ള പണമെല്ലാം കാലിയാകും. വ്യാപക ആക്രമണം തന്നെയാണ് നടക്കുന്നത് എന്നും നിരവധി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ട്. ഇത്തവണ പുതിയ രീതിയിലാണ് തട്ടിപ്പ് സംഘം എത്തിയിരിക്കുന്നത്. ഒരേ സമയം എല്ലാവർക്കും വാട്സാപ്പിലാണ് കോൾ എത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് വാട്സാപ്പിൽ മിക്കവർക്കും കോൾ എത്തിയതത്രേ. ബഹ്റൈൻ നമ്പറിൽ നിന്നാണ് മിക്കവരുടെ ഫോണിലേക്കും കോൾ വന്നത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാതെ പലരും കോൾ എടുത്തു. എന്നാൽ കോൾ എടുക്കാത്തവരെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തു. വാട്സാപ്പ് നമ്പറിൽ പ്രൊഫൈലിൽ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. എല്ലാവരോടും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. അതിങ്ങനെയാണ്: താങ്കൾ COVID-19 വാക്സിൻ മുഴുവനായും എടുത്തിട്ടില്ലെന്നും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ഫോൺ വിളിക്കുന്നവർ ആവശ്യപ്പെടുന്നതത്രേ. തങ്ങൾ എല്ലാ ഡോസും എടുത്തതാണ് എന്ന് പറഞ്ഞാൽ അത് രേഖകളിൽ കാണുന്നില്ലെന്നും മറുപടി പറയും. കൂടുതൽ പരിശോധനകൾക്കായി വാട്സാപ്പിൽ അയക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അടുത്ത ആവശ്യം. പലർക്കും സംശയം തോന്നിയതിനാൽ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു എന്നും പത്രം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തവർ പറഞ്ഞതായാണ് റിപ്പോർട്ട്. അതേസമയം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് OTP നൽകിയവർക്ക് പണം നഷ്ടമായിട്ടുമുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകാർ പലതരത്തിലുള്ള അടവുകളാണ് പയറ്റുന്നത്. പലരും പണം നഷ്ടമാകാതെ ഭാഗ്യത്തിന് മാത്രമാണ് രക്ഷപ്പെടുന്നത്. പ്രവാസികൾ മാത്രമല്ല, കേരളത്തിലുള്ള പലരും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുണ്ട്. പല നമ്പറുകളിൽ നിന്നും കോളുകൾ വന്നിട്ടുണ്ടെങ്കിലും ബഹ്റൈൻ നമ്പറിൽ നിന്നും വാട്സാപ്പ് കോളുകൾ വരുന്നത് ഇതാദ്യമായാണ് എന്നാണ് പറയുന്നത്. അത്യാവശ്യക്കാർ വിളിക്കുന്നതാണോ എന്നോർത്താണ് പലരും ഫോൺ എടുക്കുന്നത്. പല വിദേശ നമ്പറുകളിൽ നിന്നും ഇത്തരത്തിൽ കോളുകൾ വന്നാൽ തട്ടിപ്പുകാരെ ഭയന്ന് ഇപ്പോൾ ആരും ഫോൺ എടുക്കാറില്ല. വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്തും പലരും തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ബഹ്റൈൻ CID എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പലർക്കും വാട്സാപ്പിൽ കോൾ ലഭിച്ചിരുന്നു. ഇത് റെക്കോർഡ് ചെയ്ത് പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. വാട്സാപ്പിൽ വിളിച്ച് പലരും OTP നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ചോദിച്ചാൽ ഇത്തരം വിവരങ്ങൾ നൽകരുതെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. അജ്ഞാതർ അയക്കുന്ന ലിങ്കുകളിൽ കയറി വിവരങ്ങൾ നൽകരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ പരാതിപ്പെടണം. പണം നഷ്ടമായാൽ ബാങ്കിനെയും പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. അബ്ഷീർ ഹാക്ക് ചെയ്ത് ആളുകളുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് വ്യാപക തട്ടിപ്പ് നടത്തുന്നതായും അടുത്ത കാലത്ത് വാർത്തകൾ വന്നിരുന്നു. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ പാസ്പോർട്ട് ജവാസത്ത് ഡയറക്ടറേറ്റിന്റെ ഓൺലൈൻ സർവീസായ അബ്ഷീറിൽ നിന്നാണെന്ന വ്യാജേന ഫോൺ ചെയ്താണ് ഇഖാമ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തരപ്പെടുത്തി അബ്ഷീറിലെ വ്യക്തിഗത അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത്. തുടർന്ന് ആ അക്കൗണ്ട് വഴി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുകയാണ് ചെയ്യുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായത്. വായ്പ തിരിച്ചടച്ചില്ലെന്ന് പറഞ്ഞ് കേസാകുമ്പോൾ മാത്രമാണ് പാവങ്ങൾ തങ്ങളുടെ പേരിൽ വായ്പയുണ്ടെന്നത് അറിയുന്നത് പോലും. വൻ സാമ്പത്തിക ബാധ്യതയുൾപ്പെടെ ഇത്തരം കേസുകൾ കുടുങ്ങി യാത്രാവിലക്ക് നേരിടുന്ന മലയാളികളും സൗദിയിലുണ്ട്. നാട്ടിൽ പോകാൻ പോലും ആകാതെ അലയുകയാണ് ഇവർ. തികഞ്ഞ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇവരുടെ കെണിയിൽപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അബ്ഷീർ ഹാക്ക് ചെയ്താൽ തട്ടിപ്പുകാർക്ക് പവർ ഓഫ് അറ്റോർണി, പ്രോമിസറി നോട്ട് തുടങ്ങിയ രേഖകൾ വ്യാജമായി നിർമ്മിച്ചെടുക്കാനാകും. കൂടാതെ വ്യാജമായി ഫോൺ സിമ്മും എടുക്കാനാകും. ഇതോടെ ഏത് തരം കുരുക്കിലും പെടുത്താൻ തട്ടിപ്പുകാർക്ക് എളുപ്പമാകുന്നു. നിരവധി പേർ ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങി നാട്ടിൽ പോകാനാകാതെ അലയുകയാണ്. നല്ല ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഏത് സമയത്തും കെണിയിൽപ്പെടാം. പെട്ടുപോയി എന്ന സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും മൊബൈലിൽ നിന്ന് 330 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് സന്ദേശം അയക്കുകയും വേണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.